രക്ഷാദൌത്യം വീണ്ടും പ്രതിസന്ധിയിൽ. ഷിരൂരിൽ വീണ്ടും കനത്ത മഴ. SDRF സംഘത്തിന്റെ പുഴയിലിറങ്ങിയുള്ള നിരീക്ഷണം നിർത്തിവെച്ചു. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, കനത്ത മഴ തന്നെയാണ് ഷിരൂരിൽ ഇപ്പോഴും തുടരുന്നത്. SDRF സംഘത്തിന്റെ പുഴയിലിറങ്ങിയുള്ള നിരീക്ഷണം നിർത്തിവെച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, അല്പസമയം മുമ്പ് തന്നെ ഈ ഷെഡ്യൂളിൽ വീണ്ടും കനത്ത മഴ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അല്പം ശാന്തമായിട്ടുണ്ടെങ്കിൽ കൂടി മഴ തുടരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല SDRFിൻ്റെ സംഘങ്ങൾ, അതായത് കർണാടകയുടെ SDRFിൻ്റെ സംഘങ്ങൾ ഈ ബോട്ട് ഇറക്കിക്കൊണ്ട് ഒരു നിരീക്ഷണം നടത്താനുള്ള ശ്രമം നേരത്തെ നടത്തിയിരുന്നു, പുഴയിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ. പക്ഷേ ഒരിക്കലും ഡൈവ് ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ ഉണ്ടാവില്ലെന്ന് അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എന്നാലും ഈ പ്രദേശത്ത് ഒരു നിരീക്ഷണം ശക്തമാക്കുന്ന അടിസ്ഥാനത്തിൽ ബോട്ട് ഇറക്കിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണത്തിൽ നിന്നിരുന്നുവെങ്കിലും മഴ പക്ഷേ അതിന് തടസ്സം നിന്നു. അല്പസമയത്തിന് ശേഷം ഒരുപക്ഷെ കാലാവസ്ഥ വീണ്ടും അനുകൂലമാവുകയാണെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം മാത്രമായി തുടരും എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഡ്രഡ്ജിംഗ് മിഷൻ്റെ ടെക്നിക്കൽ സംഘം കേരളത്തിൽ നിന്ന്, അതായത് തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ സംഘം കർണാടകയിൽ ഈ ഷിരൂരിൽ എത്തിച്ചേരും. തുടർന്ന് നാളെ രാവിലെയോട് കൂടി തന്നെ ആ ഡ്രഡ്ജിംഗ് യന്ത്രം ഈ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പരിശോധനയ്ക്ക് ഉതകുന്നതാണോ, അതായത് ഈ പുഴയിലെ അനുകൂല അന്തരീക്ഷം അതിന് സാധിക്കുന്നതാണോ എന്നുള്ള ഒരു നിരീക്ഷണം നടത്തും. തുറന്നായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക. അനുകൂലമാണെങ്കിൽ എന്തായാലും 2 ദിവസത്തിനകം തന്നെ അത് റോഡ് മാർഗം ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഡ്രഡ്ജിംഗ് മിഷൻ്റെ ഒരു ചില പോരായ്മകൾ എന്ന് പറയുന്നത്, അതായത് പോരായ്മകളല്ല, ആ മിഷൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്ട് 4 നോട്ട്സ് വേഗതയിൽ, അതായത് ഈ ഒഴുക്ക് 4 നോട്ട്സ് വേഗത ഉള്ളപ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതുവരെ മാത്രമേ ആ മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ ഈ പുഴയിലെ ഒഴുക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 6 മുതൽ 7 വരെ നോട്ട്സാണ്. എന്തായാലും സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നതിന് ശേഷമുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഈ മെഷീൻ എന്ന് പറയുന്നത്, ഡ്രഡ്ജിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം അതിൽ നിലവിലുണ്ട്. അതിന് മുകളിൽ ഒരു ഹിറ്റാച്ച് പോലുള്ളൊരു സംവിധാനമാണ് അതുള്ളത്. അപ്പോൾ ഈ മണ്ണ് മാറ്റുന്നതിനെല്ലാം സഹായകരമായിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് 6 മീറ്റർ താഴെ വരെ ഇരുമ്പ് തൂണുകൾ ഘടിപ്പിച്ചുകൊണ്ട് അതിൽ ഈ പ്ലാറ്റ്ഫോം നിലനിർത്താനുള്ള സംവിധാനവും ഈ മെഷീനിലുണ്ട്. പക്ഷേ ഈ ഒഴുക്ക് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഒഴുക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതിബന്ധം എന്ന് പറയുന്നത്. മഴയുടെ കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി കാര്യമായി മഴ പെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദിവസത്തിൽ 1-2 തവണ മാത്രം മഴ പെയ്തുകൊണ്ട് അത് അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ എന്തായാലും ഈ SDRF സംഘങ്ങൾ ഒരുപക്ഷെ അല്പസമയത്തിനകം വീണ്ടും ബോട്ട് ഇറങ്ങിക്കൊണ്ട് ഒരു നിരീക്ഷണം നടത്തും. ഒരുപക്ഷെ ഒരിക്കലുമല്ല, തിരച്ചിലല്ല, ജസ്റ്റ് ഒരു നിരീക്ഷണം മാത്രമാണ്. പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിന് ഇതുവരെ കർണാടക സർക്കാർ തയ്യാറായിട്ടില്ല. ആ നിലപാടിൽ നിന്ന് മാറാനും കർണാടകം തയ്യാറായിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള തിരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വിജിൻ MLA അടക്കമുള്ള ആളുകളും അത് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രോഹിണി, അതെ, എന്തായാലും കുടുംബത്തിന്റെ ആവശ്യവും അതുതന്നെയാണ്, തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ളത്. ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് കർണാടക ഭരണകൂടം അറിയിക്കുന്നത്. എങ്കിൽ പോലും തിരച്ചിൽ ഇനിയും ഊർജിതമാക്കുന്നത് എങ്ങനെ, അർജുനിലേക്ക് ഇനി എത്ര ദൂരം എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. നേരത്തെ ജനം TVയോട് തന്നെ അർജുന്റെ ബന്ധു ജിതിൻ പ്രതികരിച്ചിരുന്നു. തങ്ങൾക്കൊരു സമാധാനമാണ് വേണ്ടത്, അർജുൻ എന്ത് സംഭവിച്ചു എന്നതെങ്കിലും അറിയാനുള്ള ഒരു അവകാശമുണ്ട്, അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥ മാറുമ്പോഴെങ്കിലും അർജുന്റെ ട്രക്കിലേക്കും അവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നതിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും രോഹിണി, അതായത് ഈ ഒരു തിരച്ചിലിൻ്റെ ഒരു അവസാനം എവിടേക്കാണെന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. 14 നാളാണ് ഈ ആധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിലും, അതായത് ഈ യന്ത്ര ബോട്ടുകളുടെ കാര്യത്തിൽ അത് ഇപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടില്ല. എന്നാൽ മറ്റെല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ഐബോർഡ് സംവിധാനമുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ തന്നെയാണ് ഇവിടെ പരിശീലന പറച്ചിൽ നടത്തിയത്. അതുപോലെ തന്നെ ഈ JCBകളുടെ ഏറ്റവും പുതിയ വേർഷനായിട്ടുള്ള ബൂം ലെങ്ത് സംവിധാനങ്ങളടക്കം ഇവിടെ ഉണ്ട്. അഥവാ വാഹനം ലഭിക്കുകയാണെങ്കിൽ വലിച്ച് കരയിലേക്ക് കയറ്റാനുള്ള ആധുനിക യന്ത്രങ്ങളും അത്തരത്തിൽ എല്ലാ മെഷീനറികളും ഇവിടെ സജ്ജമായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ. അതുപയോഗിച്ചുകൊണ്ട് പരമാവധി തിരച്ചിലുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പുഴയിലെ കുത്തൊഴുക്ക് വളരെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാ പരീക്ഷണങ്ങളും അവസാനിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു പുതിയ യന്ത്രം കൂടി, ഡ്രഡ്ജിംഗ് മെഷീൻ കൂടി തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മൾ കണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മത്സ്യപ്രവർത്തന സംഘത്തിലെ തന്നെ ഒരു ടീം, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇവിടെ എത്തി. 2 ദിവസം അദ്ദേഹം നേതൃത്വത്തിൽ പരിശോധന നടത്തി. പക്ഷേ ഒഴുക്കിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒഴുക്ക് നിലയ്ക്കുകയാണെങ്കിൽ ഏത് സമയത്തും വിളിച്ചാൽ വരാൻ
തൊട്ടടുത്ത് അതായത് ഒരു വിളിപ്പാടകലെ ഈശ്വർ മാൽപ്പയുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നേവിയുടെ സംഘമുണ്ട്, കരസേനയുണ്ട്, എല്ലാ സംവിധാനങ്ങളും SDRFിൻ്റെയും NDRFിൻ്റെയും സംഘങ്ങളുണ്ട്, മറ്റ് ഫയർഫോഴ്സ് അടങ്ങുന്ന പോലീസ് സംവിധാനങ്ങളുണ്ട്. എല്ലാവരും തൊട്ടടുത്തുണ്ട്. പക്ഷേ പുഴയിലെ ഒഴുക്ക് ഇപ്പോഴും വെല്ലുവിളിയെ തുടരുകയാണ് രോഹിണി.